ഹേ ഗൈസ്, എഗൈൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച ഇപ്പോൾ കേരളത്തിലാണ്. ഞാനിപ്പോൾ കൊല്ലത്ത് തിരിച്ചു വന്നതാണ് വീട്ടിൽ വിഷുവൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഷോറൂം വിസിറ്റാണ് മെയിൻലി. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ തുടങ്ങുന്നത് നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് തന്നെയായിരുന്നു. വേറെ കൊല്ലം നമ്മുടെ ട്രയംഫ് കൊല്ലത്തിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ അന്ന് ഞാൻ വന്നത് ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വന്നതാണ് ഉദ്ഘാടനത്തിന് വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചുമ്മാ വന്നതായിരുന്നു. അന്ന് ഒരു വീഡിയോ എടുത്തതായിരുന്നു നമ്മൾ യൂട്യൂബിൽ ഇട്ട് തുടങ്ങിയത്. അപ്പം ഇന്നിവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഓക്കെ, നമുക്ക് അന്ന് സ്പീഡ് 400 ഒന്നും ടെസ്റ്റ് ഡ്രൈവിനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഷോറൂമൊന്ന് പോയിട്ട് അവിടെ എന്തൊക്കെ വണ്ടികളുണ്ടാക്കിയെന്ന് നോക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം നമ്മളങ്ങനെ അവിടെ വന്നതാണ്. അപ്പോൾ നമുക്കിനി പയ്യെ ഷോറൂമിലോട്ട് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് പയ്യെ നോക്കാം അല്ലേ. ഹലോ ബ്രോ, അന്നേരം പേരെന്തായിരുന്നു? എൻ്റെ പേര് റമീസ് എന്നായിരുന്നു. റമീസ്, ഓക്കെ. അപ്പോൾ റമീസ് ബ്രോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോറൂം വിസിറ്റിൽ നമ്മളെ എല്ലാ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ ബ്രോ, അന്നേരം നമുക്ക് ഇന്ന് ഏതൊക്കെ വണ്ടിയാണ് നമുക്ക് കാണാൻ പോകുന്നത്? ഇന്ന് നമുക്ക് മെയിനായിട്ട് നമുക്ക് സ്പീഡ് 400 എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു മോഡൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രാംബ്ലർ 400X. ഓക്കെ. പിന്നെ നമുക്ക് പ്രീമിയം കാറ്റഗറി വരുന്ന സ്ട്രീറ്റ് RS എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ടൈഗർ 660 സ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് വെച്ചാൽ തുടങ്ങാൻ പോകുന്നത്? നമുക്ക് സ്പീഡിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ബാ തുടങ്ങാം. ഇതാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വരുന്ന സ്പീഡ് 400 എന്ന് പറയുന്ന മോഡൽ. നമുക്ക് ഈ ഒരു 400cc കാറ്റഗറിയിലെ ഏറ്റവും മോസ്റ്റ് റിഫൈൻഡ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു CC എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ. ഏകദേശം 400cc കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഏകദേശം 40 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ. ആൻഡ് 37.5 Nm ടോർക്കും ഇത് 6500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ന്യൂസ് വന്നിടം തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു, നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് KTM-നകത്ത് വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഉള്ളതാണോ? അല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ചെയിൻ ഡ്രൈവിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ഓക്കെ. നോർമലി നമ്മൾ ഇന്ത്യൻ റോഡ്സിലുള്ള ബൈക്സിനെല്ലാം വരുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ്. അതെ. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ നോർമലി നമ്മുടെ റെയർ ബ്രേക്സിൻ്റെ ആ ഒരു ഫ്ലൂയിഡ് പോകുന്ന ആ ഒരു ട്യൂബ് പോകുന്നത് റൈറ്റ് സൈഡിൽ കൂടെ ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ പോകുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ എക്സോസിൻ്റെ സൈഡിൽ കൂടെയാണ് ആ ഒരു ട്യൂബ് പോകുന്നത്. ഓക്കെ. അപ്പോൾ വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ ബബിൾസ് ഫോം ആവും. ആ ഒരു ഇത് കാരണം നമുക്ക് ബ്രേക്ക് ഫെയിലിയേഴ്സ് നമുക്ക് മോസ്റ്റ്ലി നമുക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബ്രേക്സ് വരുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ബ്രേക്ക് ഫെയിലിയേഴ്സ് അങ്ങനെ ഉണ്ടാകാറില്ല നമ്മുടെ മോട്ടോർ സൈക്കിൾ. ബ്രേക്സ് വരുന്നത് ഏതിൻ്റെയാണ്? നമുക്ക് ബ്രേക്സ് വരുന്നത് ബൈബ്രയുടെ ബ്രേക്സ് ആണ്. നമുക്കിപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ ബ്രേക്ക് പാഡ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, സിന്തറ്റിക് ബ്രേക്ക് പാഡ്സ് ആണ്. അത് കാരണം നമുക്കൊരു ബെറ്റർ ബ്രേക്കിംഗ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ശരിക്കും പറയുന്ന ഒരു എക്സ്പീരിയൻസ് മോട്ടോർ സൈക്കിൾ എന്നാണ് നമ്മളിത്. കാരണം ഈ വണ്ടി കാണുന്നതിലും കൂടുതൽ നമ്മൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത്. ഓക്കെ. ടയർ സെക്ഷൻ വരുന്നത് എത്രയാണ്? ടയർ സെക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കിന് 110, 70, 17 ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് ബാക്കിൽ വരുമ്പോഴത്തേക്കിന് 150, 60, 17 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫൈൻ. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എത്ര? നമുക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,35,289 ആണ് വരുന്നത്. ഓക്കെ. അപ്പം ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് 3,09,476 നമുക്ക് വരും. ഓക്കെ. നമ്മുടെ ട്രയംഫ് ഈ 400cc സീരീസ് തുടങ്ങിയത് തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ഒരാൾക്ക് എത്ര രൂപ വരും? നമുക്കിപ്പോൾ ഇനിഷ്യൽ പേയ്മെന്റ് നമ്മൾ പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ പ്രൊഫൈൽ ബേസിസിലാണ് നമുക്ക് കൂടുതലും വരുന്നത്. എന്നാലും ഒരു നോർമൽ സിവിൽ സ്കോർ ഒരു ആവറേജ് ഒക്കെ വരുന്ന ആവറേജ് വരുന്ന ഒരാൾക്ക് നമുക്കൊരു ബിലോ 50 നമുക്ക് നിൽക്കുന്നുണ്ട്. ഒരു 50,000 നമ്മൾ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മോട്ടോർ സൈക്കിൾ പുറത്തെടുക്കാൻ. ഓക്കെ. അപ്പോൾ EMI കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തു? ഷുവറായിട്ട് നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബജാജ് ഫിനാൻസ് ചെയ്യുന്നുണ്ട്, HDFC ചെയ്യുന്നുണ്ട്, ആക്സിസ് ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ബാങ്കുകാരും ഇവിടെ തന്നെ ഉണ്ട്? എല്ലാവരും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ സ്ക്രാംബ്ലർ ഒരു ഫുള്ളി ലോഡഡ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നേരെ അതിനകത്തോട്ട് പോയാലോ? അതിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണാറുള്ള കണക്കല്ല, ഇതൊരു ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫുൾ ആക്സസറീസിനകത്ത് കാണുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത് ആക്സസറീസ് ആദ്യം വരുന്നത്? അതൊന്ന് പറഞ്ഞാലോ. നമുക്കിപ്പോൾ ആക്സസറീസ് നോക്കാനാണെങ്കിൽ നമുക്കിവിടെ ഹൈ മഡ് ഗാർഡ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലഗേജ് റാക്സ് വരുന്നുണ്ട്, പാനേഴ്സ് വരുന്നുണ്ട്, സാഡിൽ ബാഗ്സ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ലോവർ എഞ്ചിൻ ഗ്ലാസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ നമ്മൾ ടാങ്കിലേക്ക് നോക്കാനാണെങ്കിൽ നമുക്കൊരു ടാങ്ക് ബാഗ് നമ്മൾ വെച്ചിട്ടുണ്ട്. പുള്ളി പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ടൂറിങ്ങിനുള്ള എല്ലാ സാധനവും ലഡാക്ക് വരെ പോയിട്ട് വരാം. അതെ. ഓക്കെ. പുള്ളി നമ്മൾ ലോഡഡ് ആയിട്ട് നമുക്ക് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ രണ്ടും എഞ്ചിൻ സെയിം ആയതുകൊണ്ട് മൈലേജ് സെയിം ആയിരിക്കുമല്ലോ. എത്ര വരുന്നത്? മൈലേജ് നമുക്ക് കമ്പനി ഓൺ ചെയ്യുന്ന ഒരു 30 to 32 ആണ്. ഓക്കെ.
എന്നാലും ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് എത്ര നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലൈന്റ്? എൻ്റെ ഒരു ലോങ് ടൂറിംഗിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു 35 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 35 വരെ കിട്ടും. നിങ്ങൾ ഇവിടെ ട്രിപ്പൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്? ഷുവറായിട്ടും ഞങ്ങളിവിടെ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് ഇപ്പൊ ഇന്ന് മൺഡേ ആണ്, നമ്മൾ കഴിഞ്ഞ ഈ ഒരു സാറ്റർഡേ നമ്മൾ ഇവിടുന്ന് വട്ടവടയിലേക്ക് റൈഡ് പോയിട്ടുണ്ടായിരുന്നു. വട്ടവടയിലേക്ക് റൈഡ് പോയി? ഓക്കെ. എത്ര പേരുണ്ടായിരുന്നു ആ ട്രിപ്പിനകത്ത്? അതിൽ നമ്മുടെ ഇവിടെ മോസ്റ്റ് ഓഫ് ദി സ്ക്രാംബ്ലർ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെല്ലാരും കൂടെ ഓർഗനൈസ് ചെയ്ത് സാറ്റർഡേ മോർണിംഗ് തന്നെ ഇവിടുന്ന് എല്ലാവരും പോയി. ഓക്കെ. ആൻഡ് ഇന്ന് മോർണിംഗ് ആണ്, അതായത് നമ്മുടെ മൺഡേ മോർണിംഗ് ആണ് ഇന്ന് എല്ലാവരും വന്നത്. 6:30. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു 2 days ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു. ഷുവർ ആയിരുന്നു. പിന്നെ അതല്ലാണ്ട് നമ്മളിപ്പോൾ അതിന് മുമ്പത്തെ വീക്ക് നമ്മൾ ഇവിടുന്ന് വർക്കലയിലേക്ക് ഒരു റൈഡ് കണ്ടക്ട് ചെയ്തു. സ്ഥിരമായിട്ടുണ്ട്? സ്ഥിരമായിട്ടുണ്ട്. ഓക്കെ. നമുക്ക് അതിനായിട്ട് ഇവിടെ ഒരു റൈഡ് കോർഡിനേറ്റർ നമ്മുടെ ഒരു അതിനുവേണ്ടി മാത്രമായിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ്. ഓക്കെ. അപ്പൊ ട്രിപ്പിന്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട, നിങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും. ഈ ടോപ്പ് ബോക്സ് എല്ലാം ട്രയംഫിന്റെ തന്നെയാണോ? ഇതെല്ലാം ട്രയംഫിന്റെ ഒറിജിനൽ പാർട്സ് ഒക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ പാർട്സിന്റെ ഒക്കെ എങ്ങനെയാണ് വിലയൊക്കെ വരുന്നത്? നമ്മൾ ഇതിന്റെ പ്രൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പ് ബോക്സ് വരുന്നത് ഒരു 8,700 നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് നമുക്കിപ്പോൾ സാഡിൽ ബാഗ്സ്, നമുക്ക് സാഡിൽ ബാഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 16,000 റേഞ്ചിലേക്ക് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇതെല്ലാം ട്രയംഫിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള. അപ്പോൾ ഈ ട്രയംഫിന്റെ തന്നെ ഒഫീഷ്യൽ സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ കസ്റ്റമറിന്? നമുക്ക് ബെനിഫിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഇൻഷുറൻസ് കവർ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് അതിനകത്തും കൂടെ അഫക്റ്റഡ് ആവും? അതിലും കൂടെ അഫക്റ്റഡ്. ഓക്കെ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മിസ്സാപ്പ് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് കൂടെ ക്ലെയിം ചെയ്യാൻ പറ്റും? ഓക്കെ ഓക്കെ ഓക്കെ. ഫൈൻ ഫൈൻ. പിന്നെന്താണ് ഈ മേജറായിട്ട് വണ്ടിക്കകത്ത് പറയാനുള്ളത്? നമ്മൾ ഇതിൽ മേജറായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ വണ്ടിയിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ആൻഡ് ഡുവൽ ചാനൽ ABS ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നമുക്ക് ഈ ഡുവൽ ചാനൽ ABS ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ബോത്ത് സ്വിച്ചബിൾ ആണ്. സ്വിച്ചബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ടയർ സെക്ഷൻ എത്ര വരുന്നത്? ഇത് എന്തായാലും അത്യാവശ്യം വലുതായിരിക്കുമല്ലോ ഇതിനെക്കാട്ടി? കുറച്ചുകൂടെ റിം സൈസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ടയർ സൈസ് നമുക്ക് വരുന്നത് 100/90/19 ആണ് വരുന്നത്. ഓക്കെ. ആൻഡ് റേർ ടയർസ് നമുക്ക് നോക്കാനാണെങ്കിൽ 140/80/17 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. 17 ഇഞ്ചും 19 ഇഞ്ചും 19 ഇഞ്ചും. ആൻഡ് നമ്മൾ വണ്ടി നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഈ ഒരു 400cc കാറ്റഗറിയിലുള്ള എല്ലാ വണ്ടികൾക്കും മിക്കതിലും എയർ കൂൾഡ് അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് ആയിരിക്കും വരുന്നത്. നമ്മുടെ വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് കൂളിംഗ് ആണ്. ലിക്വിഡ് കൂളിംഗ് ആണ്. ഓക്കെ. അപ്പോൾ അത് കാരണം നമ്മുടെ വണ്ടി, പക്ഷേ അതിന്റെ ഗ്രില്ലിന്റെ പാറ്റേൺ ഒക്കെ കണ്ടപ്പോൾ, ആ എഞ്ചിന്റെ പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എയർ കൂൾഡ് ആണെന്നാണ്. എയർ കൂൾഡ് ആണ്. അല്ല, ഇത് ഫുള്ളി ലിക്വിഡ് കൂൾഡ് ആണ് നമ്മുടെ. ഓക്കെ. അപ്പോൾ കാണുന്ന കണക്കല്ല. അതെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂളന്റിന്റെ ആ ഒരു പോർഷൻ നമുക്ക് കാണാം. ഓക്കെ. അത് കാരണം നമുക്ക് ഈ ഒരു 400cc കാറ്റഗറിയിൽ തന്നെ കുറച്ചും കൂടെ ബെറ്റർ കൂളിംഗ് ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ സ്ക്രാംബ്ലർ ആൻഡ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്? നമുക്ക് കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള ഒരു കളർ സ്ക്രാംബ്ലറിൽ നമുക്ക് നോക്കാനാണെങ്കിൽ മാറ്റ് ഖാക്കി ഗ്രീൻ ആണ് വരുന്നത്. ഇതൊരു മാറ്റ് ഫിനിഷിലാണ് നമുക്ക് ഇതിൻ്റെ ടാങ്ക് ഫുള്ളി പോയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫാൻറ്റം ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് കാർണിവൽ റെഡ്. ഏതാ? കാർണിവൽ റെഡ് എന്ന് പറയുന്ന ഒരു കളർ. കാർണിവൽ റെഡ്. ഓക്കെ. ഫൈൻ ഫൈൻ ഫൈൻ. അപ്പം ഇത് രണ്ടും സ്പീഡ് ഫോർഡറിൻ്റെ സ്ക്രാംബ്ലറിൻ്റെ സെയിം ആണോ? അല്ല, നമുക്ക് സ്പീഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാസ്പിയൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വരുന്നുണ്ട്. അതുപോലെ കാർണിവൽ റെഡ് ആൻഡ് ഫാൻറ്റം ബ്ലാക്ക്. ഓക്കെ. ഫൈൻ ഫൈൻ. പിന്നെ ഇനി അടുത്ത വണ്ടി ഏതാണ്? പിന്നെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് വരുന്നത് സ്ട്രീറ്റബിൾ RS എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഓക്കെ. 765cc ഏറ്റവും റിഫൈൻഡ് ആൻഡ് പവർഫുൾ CC എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഈ ഒരു മോട്ടോർ സൈക്കിൾ ഏകദേശം 130 PS പവർ അറ്റ് 12,000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ 80 Nm ടോർക്ക് അറ്റ് 9,500 RPM. ഇത് ട്വിൻ സെൻറ്റർ ആണോ? അല്ല, ഇത് ഇൻലൈൻ 3 ആണ്. ഇൻലൈൻ 3 ആണ് വരുന്നത്? ഇൻലൈൻ 3 ആണ്. ഓക്കെ ഓക്കെ. അത് 12 വാൾവ് ഇൻലൈൻ 3 DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഫൈൻ. ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് വരുമ്പോൾ 11,81,410 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഒരു ഓൺ റോഡൊക്കെ വരുമ്പോഴത്തേക്കും? ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഈ ഒരു കളറിന് ഈ ഒരു കളർ വരുന്നത് നമുക്ക് മാറ്റ് സിൽവർ ഐസ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഈ ഒരു കളർ നമുക്ക് വരുമ്പോഴത്തേക്കും ഓൺ റോഡ് 14 കളർ വെച്ചിട്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ടോ? വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കളറിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് 14,92,502 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് ട്രാക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് ഈ വണ്ടി? ഷുവർ ആയിട്ടും. നമുക്കിതിൽ നമുക്കൊരു ട്രാക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒത്തിരി മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ട്, റൈഡിംഗ് മോഡ്സ് ഉണ്ട്? മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ട്. ഓക്കെ. ഏതൊക്കെയാണ് മോഡ്സ് വരുന്നത്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എത്ര മോഡ്സ് വരുന്നുണ്ട്? മേ ബി ഒരു 3-4? അല്ല, ഇതിൽ 5 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. 5 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. ഓക്കെ. ഏതൊക്കെയാണ് നമുക്ക് വരുന്നതിൽ? സ്റ്റാർട്ടിങ് ചെയ്യാനാണെങ്കിൽ നമുക്ക് റെയിൻ മോഡ് വരുന്നുണ്ട്. ഓക്കെ. റെയിൻ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മോഡിലോട്ട് ആക്കുമ്പോൾ ഈ 130 PS പവറിനകത്ത് ഒരു 30 PS പവർ റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ. സെക്കൻഡ് മോഡ് നമുക്ക് വരുന്നത് റോഡാണ്. ഓക്കെ. റോഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഓടിക്കുന്ന പോലെ കുറച്ചും കൂടെ ആ ഒരു നോർമൽ പവറിൽ തന്നെ നമുക്ക് ഓടിക്കാം. ആൻഡ് നമുക്ക് റൈഡർ എന്ന് പറഞ്ഞിട്ടാണ്
തേർഡ് മോഡ് വരുന്നത്. ഓക്കെ. റൈഡർ വരുമ്പോൾ നമുക്ക് തനിയെ ഇതിന്റെ ഒപ്റ്റിമൈസ് കോർണറിംഗ്, EBS, ഒപ്റ്റിമൈസ് ട്രാക്ഷൻ കൺട്രോൾ ഇതെല്ലാം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം വണ്ടിയുടെ പവറെല്ലാം. ആൻഡ് പിന്നീട് വരുന്ന 2 മോഡ്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്ട് ആൻഡ് ട്രാക്ക്. അപ്പോൾ ടോട്ടൽ 5 റൈഡിംഗ് മോഡ്സ് ആണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. ഓക്കെ, ഫൈൻ. ഇത് ടൂറിങ്ങിനൊക്കെ ആരെങ്കിലും ഓപ്റ്റ് ചെയ്യാറുണ്ടോ? ഷുവറായിട്ടും നമുക്ക് ടൂറിംഗ് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന പോലെ ഈ പാനിയേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിനകത്തും ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിനകത്തും ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിന്റെ ടയേഴ്സ് ഏതാണ് ബൈ ഡിഫോൾട്ട് വരുന്നത്? ടയേഴ്സ് നമുക്ക് വരുന്നത് പെർലിയുടെ ഡയബ്ലോ സൂപ്പർ കോസ V3 ടയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നൈസ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അപ്പുറത്ത് വേറൊരു വണ്ടിയും കൂടെ കണ്ടിരുന്നു. എങ്കിൽ നമുക്ക് അതിനകത്ത് കൂടെ പോയാലോ? ഷുവറായിട്ടും. ഓക്കെ. 400cc കാറ്റഗറിയിൽ തന്നെ ഇതാണ് നമുക്ക് അഡ്വഞ്ചർ സീരീസിൽ വരുന്ന ഏറ്റവും ബേസ് വേരിയൻറ്റ്. ഓക്കെ. നമുക്ക് ടൈഗർ 660 സ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിന്റെ ഏതൊക്കെയാണ് കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്? നമുക്കിപ്പോൾ ഈ ഒരു കളർ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലുക്രീൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്. ഓക്കെ. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് കോഴ്സി റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളർ വരുന്നുണ്ട്. ഗ്രാഫൈറ്റ് സഫയർ ബ്ലാക്ക് നമുക്ക് വരുന്നുണ്ട്. ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. ആൻഡ് ഒരു സ്നോഡോണ വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കളറും വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മുടെ ഇതിന്റെ വിൻഷീൽഡ് ഞാൻ ശ്രദ്ധിച്ചു, കുറച്ച് അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ഒരു ടോട്ടൽ ടൂറിങ്ങിന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിൻഷീൽഡാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ ആണ്? ഇത് അഡ്ജസ്റ്റബിൾ ആണല്ലോ. നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തനിയെ. ഓക്കെ. ഇത് എത്ര ലെവലായിട്ട് അഡ്ജസ്റ്റബിൾ ആണ്? അഡ്ജസ്റ്റബിലിറ്റി നമുക്ക് വരുന്നത് 8 സ്റ്റെപ്പാണ്. 8 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇതിന്റെ സെയിം എഞ്ചിനാണോ നമ്മൾ നേരത്തെ കണ്ട ബൈക്കുമായിട്ട്? ഏത് വരും? സ്ട്രീറ്റ് ട്രിപ്ലറായിട്ട്? അല്ല, അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് വരുന്നത് നമുക്ക് 765cc കാറ്റഗറിയിലാണ്. ഓക്കെ. ഇത് നമുക്ക് വരുന്നത് 660 കാറ്റഗറിയിലെ CC എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്തും പാനിയേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഇത് ഒരു ബേസിക്കലി ഒരു അഡ്വഞ്ചർ ടൂറാണ് ഈ വരുന്നത്. ടൈഗർ 660 എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ലോങ് ടൂറിംഗ് ഒക്കെ പോകാൻ നേരം ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ബ്രേക്കിംഗ് സെറ്റപ്പും സസ്പെൻഷനും ഒക്കെ എങ്ങനെയാണ്? ഏത് കമ്പനിയുടെ വരുന്നത്? നമുക്ക് സസ്പെൻഷൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഷോവയുടെ സസ്പെൻഷൻ ആണ് വരുന്നത്. ഇതിനെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വരുമ്പോൾ നമുക്ക് ഷോവയുടെ 41mm USD സെപ്പറേറ്റ് ഫംഗ്ഷൻ കാറ്റഗറി ഫോർക്ക് ആണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ ബ്രേക്സ് ഓഫ് നമുക്ക് ഫ്രണ്ട് ബ്രേക്സ് വരുമ്പോൾ നിസിന്റെ 2 പിസ്റ്റൺ സ്ലൈഡിംഗ് കാലിപ്പേഴ്സ് ആണ് വിത്ത് ട്വിൻ 310 ഡിസ്ക് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ബാക്കിൽ നമുക്ക് റേസിലേക്ക് പോകുമ്പോൾ നമുക്ക് സെയിം സസ്പെൻഷൻ വരുന്നത് നമുക്ക് ഷോവയുടെ മോണോഷോക്ക് RSU വിത്ത് റിമോട്ട് ഹൈഡ്രോളിക് പ്രീലോഡ് അഡ്ജസ്റ്റ്മെന്റ്. റിമോട്ട് ഹൈഡ്രോളിക് ആണ്? അതെ. ഓക്കെ. അതിൽ തന്നെ നമുക്ക് 150mm ട്രാവൽ ഡിസ്റ്റൻസ് റേസിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് നമുക്ക് റെയർ ബ്രേക്സ് വരുന്നത് നിസിന്റെ സിംഗിൾ പിസ്റ്റൺ സ്ലൈഡിംഗ് കാലിപ്പേഴ്സ് ആണ് വിത്ത് സിംഗിൾ 255mm ഡിസ്ക് ആണ് നമുക്ക് റേസിൽ വരുന്നത്. പ്രൈം കൊല്ലത്തെ കാഴ്ചകൾ ഇതും കൊണ്ട് തീരുന്നില്ല. നമ്മൾ അടുത്ത ആഴ്ച നമ്മുടെ സ്പീഡ് ഫോർവേഡിൻ്റെ സ്ക്രാമ്പിളറും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുന്നതിൻ്റെ വീഡിയോസാണ്. ഓക്കെ. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണുക. അതുവരെ എല്ലാവർക്കും ഒരു ബൈ.